ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് മൈദയും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ ചെയ്യുന്നൊരു പ്ലം കേക്കാണ്. അതുപോലെ ഇത് ആൽക്കഹോൾ ഫ്രീ ആണ്. പിന്നെ നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല, ഓവണൊന്നും വേണ്ട ഇത് ചെയ്യാനായിട്ട്. നമ്മളിത് ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള പ്ലം കേക്കാട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതോടെ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായിട്ട്. അപ്പോൾ നമുക്ക് കേക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഈന്തപ്പഴം, കുറച്ച് ബദാം, കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു 1/2 കപ്പാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പ്ലം കേക്കിന് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം റമ്മിൽ അല്ലെങ്കിൽ വൈനിലൊക്കെ 1 മാസം മുന്നേ സോക്ക് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുക. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഇത് നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്ന പ്ലം കേക്ക് ആയതുകൊണ്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കുതിർത്തിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസ് എടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഒരു 6 മണിക്കൂറെങ്കിലും വെച്ചാൽ തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അത്യാവശ്യം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വെക്കാം. അതിൽ കൂടുതൽ വെക്കണം എന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ദിവസമാണ് വെക്കുന്നത്. അപ്പോൾ ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു ദിവസത്തിന് ശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കേക്ക് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്യണം. അപ്പോൾ കേക്ക് ടിന്നിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. അപ്പോൾ ബട്ടർ തേക്കുമ്പോൾ അതിൻ്റെ താഴെയും അതുപോലെ സൈഡിൽ തേക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കേക്ക് സൈഡിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സൈഡിലൊക്കെ അത് അതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ബട്ടർ പെപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിന് മുന്നേ ഞാനൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കേക്ക് ടിൻ സെറ്റ് ചെയ്തത് ഇതുപോലെ ബട്ടർ തേച്ചിട്ട് കുറച്ച് മൈദ തൂവിയിട്ടാണ്. അപ്പോൾ ഒന്നെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് കുറച്ച് ബട്ടർ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ടിൻ റെഡിയായി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പ്രഷർ കുക്കർ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ അലൂമിനിയത്തിൻ്റെ പഴയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു കപ്പ് ഉപ്പിട്ട് കൊടുക്കുക. ഈ ഉപ്പ് നമുക്ക് 2-3 തവണ യൂസ് ചെയ്യാം കേട്ടോ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിത് ഓൾറെഡി ബേക്ക് ചെയ്തിട്ടുള്ള ഉപ്പാണ്. അതിലേക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെക്കുക. എന്നിട്ട് ഇത് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിസിലിടരുത്, വിസിലിടാതെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം കൊണ്ട് നമുക്ക് കേക്ക് തയ്യാറാക്കാം. ഇനി കേക്കിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതാദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഞാനിവിടെ 240 ml ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിന് കറക്റ്റ് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പ്ലം കേക്കിൽ സാധാരണ സ്പൈസസ് ചേർക്കാറുണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ വേണമെങ്കിൽ സ്പൈസസ് പൗഡർ ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ എന്തെങ്കിലും പട്ടേ കരയാമ്പൂൻ്റെയൊക്കെ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 തവണയെങ്കിലും ഇത് അരിച്ചിട്ടെടുക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഓയിൽ കൂടെ ചേർക്കുക, വെജിറ്റബിൾ ഓയിൽ. അത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ശർക്കര ഉരുക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പോളം ഗ്രേറ്റ് ചെയ്ത ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള പാനിയാണ്, അതുപോലെ നല്ല മധുരമുണ്ട്. പിന്നെ ശർക്കര എടുക്കുമ്പോൾ നല്ല കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിന് അത്രയും നല്ല കളറായിട്ട് കിട്ടും. അപ്പോൾ ആ ശർക്കര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറു ചൂടുള്ള പാല് കൂടെ ചേർക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് ഇപ്പോൾ ചേർത്താൽ മതി, ബാക്കി നമുക്ക് പിന്നെ ചേർക്കാം. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ കേക്ക് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുമായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പാലാണ് ഇപ്പോൾ ചേർത്തത്. ബാക്കി പാല് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു തിക്നെസ് നോക്കിയിട്ട് വേണം നമ്മൾ പാല് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കേക്ക് മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക.
അപ്പോൾ നല്ല കട്ടിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പാലൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് പാലോളം ഇപ്പോഴും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഒരു 1/2 കപ്പ് ചൂടുള്ള പാലാണ് ചേർത്തത്. പാലിൻ്റെ അളവ് നോക്കിയിട്ട് ചേർക്കുക, കാരണം ബാറ്റർ അധികം അങ്ങ് ലൂസായി പോകാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അധികം കുറേ നേരം അങ്ങ് ഓവർ മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഫോൾഡ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർക്കുക. അതുകൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ അത്ര ലൂസ് ബാറ്റർ അല്ല, കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമുള്ള നട്ട് ഇടാം മേളിൽ. അപ്പോൾ കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇനി ഇതൊന്ന് ഒരു 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് ഒരു 45 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 45 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 40 മിനിറ്റൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് തുറന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒരു കത്തി വെച്ചിട്ടോ കേക്ക് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ പ്രത്യേകിച്ച് നടുക്ക് കുത്തി നോക്കുക, കാരണം സൈഡിൽ നിന്ന് ബേക്കായിട്ട് വരും, നടുക്ക് ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ കുത്തിയിട്ട് നമ്മുടെ കത്തിയിലൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ടൂത്ത് പിക്കിലൊന്നും വരുന്നില്ലെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. ഇനി ഇതിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ആദ്യം തന്നെ നമുക്കൊരു കത്തി വെച്ചിട്ടൊന്ന് വിടിയിച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റും. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്താം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ബട്ടർ പേപ്പർ ഇതിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതാ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്, സൈഡൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് നമ്മൾ ചേർത്ത ശർക്കരയുടെ മാത്രം കളറാണ്. സാധാരണ പ്ലം കേക്കിൽ എന്താ പറയുക, ഷുഗറൊക്കെ കാരമലൈസ് ചെയ്തിട്ടൊക്കെയാണ് ചേർക്കുക, അതിൻ്റെ കളറാണ് പ്ലം കേക്കിന് ഉണ്ടാവുക. പക്ഷേ ഇത് നമ്മുടെ നാച്ചുറലായിട്ട് ശർക്കരയുടെ കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ ഉള്ളിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ നട്ട്സൊക്കെ നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്താണെങ്കിൽ എല്ലായിടത്തും കറക്റ്റായിട്ട് നട്ട്സൊക്കെ എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പ്ലം കേക്ക് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് പ്ലം കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ മൈദയും പഞ്ചസാരയൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുക, പക്ഷേ ഈ രീതിയിൽ ഗോതമ്പൊടിയും ശർക്കരയൊക്കെ വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട്, കൂടുതൽ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്